ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തുവിനെക്കുറിച്ച് ചുറ്റുമുള്ള പലർക്കും പലതരം സംശയങ്ങളുണ്ടായിരുന്നു. ഏലിയ പ്രവാചകൻ വീണ്ടും വന്നതാണോ, അതോ പഴയ നിയമ പ്രവാചകന്മാർ ആരെങ്കിലും ഉയർത്തെഴുന്നേറ്റതാണോ, അതോ യഥാർത്ഥത്തിൽ മശിഹ തന്നെയാണോ, അതോ പിശാചുക്കളുടെ തലവനെ കൂട്ടുപിടിച്ച് അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു ജാലവിദ്യക്കാരനാണോ? ഇങ്ങനെ സംശയങ്ങൾ പലതും ഉണ്ടായിരുന്നു. സംശയിക്കാൻ അവർക്ക് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കാർക്കും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത സംശയത്തിന്റെ മുനയോടുകൂടിയ ഒരു ചോദ്യമുണ്ട് സുവിശേഷത്തിൽ. വരുവാനുള്ളവൻ നീയോ, അല്ല ഞങ്ങൾ മറ്റൊരുത്തിനെ കാത്തിരിക്കണമോ? യോഹന്നാൻ സ്നാപകൻ തന്റെ ശിഷ്യന്മാരെ അയച്ച് ക്രിസ്തുവിനോടായി ചോദിക്കുന്ന ചോദ്യം. ക്രിസ്തുവിനെക്കുറിച്ച് ഇതിൽ നന്നായിട്ട് അറിയാവുന്ന മറ്റൊരു സമപ്രായക്കാരൻ സുവിശേഷങ്ങളിൽ ഉണ്ടാകില്ല. ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ ക്രിസ്തുവിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ട് എലിസബത്ത് എന്ന അമ്മയുടെ ഉള്ളിൽ കുതിച്ചു ചാടിയ ഒരു കുഞ്ഞിന്റെ പേരാണ് യോഹന്നാൻ. പിന്നെ മുൻപോട്ട് പോകുമ്പോഴേക്കും യോഹന്നാൻ സ്നാനം കൊടുക്കുന്ന സമയത്ത് ആൾക്കൂട്ടത്തിന്റെ മധ്യേ ക്രിസ്തു നിൽക്കുമ്പോൾ കൃത്യമായിട്ട് ക്രിസ്തുവിനെ തിരിച്ചറിയുന്നുണ്ട്. ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ വിശേഷിപ്പിക്കുന്നുമുണ്ട് യോഹന്നാൻ. മാമോദിസ നൽകണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് വരുന്ന ക്രിസ്തുവിനോട് നീയാണ് എനിക്ക് സ്നാനം തരേണ്ടത്, ഞാൻ നിനക്ക് മാമോദിസ നൽകിയില്ല എന്നൊക്കെ പറഞ്ഞ് തടയുന്നുമുണ്ട്. അത്രയും വ്യക്തത ക്രിസ്തുവിനെ കുറിച്ചുണ്ടായിരുന്ന യോഹന്നാന്റെ ചോദ്യമാണത്. ഏറ്റവും അടുപ്പമുള്ളവന്റെ, ക്രിസ്തുവിനെ ഏറ്റവും കൂടുതൽ അറിയുമെന്ന് നാം വിശ്വസിക്കുന്നവന്റെ സംശയം. ദൈവശാസ്ത്രജ്ഞരുടെ ഇടയിൽ ചോദ്യത്തിന് പല കാരണങ്ങളും കണ്ടെത്തപ്പെടുന്നുണ്ട്. യോഹന്നാൻ കാരാഗൃഹത്തിലായിരുന്നതിനാൽ പുറത്തെ കാര്യങ്ങളൊന്നും അറിയാൻ സാധിക്കാത്തതിനാൽ ചോദിക്കപ്പെട്ടതാണെന്നും അതല്ല യോഹന്നാന്റെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്താൻ ചോദിച്ചതാണെന്നും ഒക്കെയുള്ള പല വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ഒരു പ്രത്യേകത യോഹന്നാൻ സംശയ ദൂരീകരണത്തിന് തയ്യാറായി എന്നതാണ്. മനസ്സിൽ സംശയം ഉടലെടുത്താൽ അതില്ലാതാക്കുക എന്നത് എത്ര പ്രധാനമാണെന്ന് ക്രിസ്തുവിന്റെ മറുപടിയിൽ നിന്ന് വ്യക്തമാണ്. ഇന്ന് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്ന പരാജയങ്ങൾക്ക് ഒരു പ്രധാന കാരണം ഈ സംശയ ദൂരീകരണം സംഭവിക്കുന്നില്ല എന്നതാണ്. മനുഷ്യ സഹജമായി സംശയങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ സംശയങ്ങളെ ഇല്ലാതാക്കുക എന്നത് അതിപ്രധാനമാണ്. പ്രത്യേകിച്ച് പ്രാണനെ പോലെ കരുതുന്നവരുടെ ഇടയിൽ ഉണ്ടാകുന്ന സംശയങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ജീവനായി കരുതി കൂടെ കൂട്ടുകയും നമ്മെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നതെന്ന് നാം വിശ്വസിക്കുകയും ചെയ്യുന്നവർ ഒരു നാൾ സംശയത്തോടെ അകന്നുപോയാൽ അത് എങ്ങനെ നമുക്ക് സഹിക്കാനാകും? സംശയങ്ങൾ ഉടലെടുക്കുമ്പോൾ തന്നെ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ ചില വിശദീകരണങ്ങളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും ഒക്കെ നിലവിലുള്ള ബന്ധത്തെ കൂടുതൽ മെച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കും. എന്നെക്കുറിച്ച് ഇടറാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്ന ക്രിസ്തുവിന്റെ വാക്കുകൾ ജീവിതത്തിൽ എത്രമാത്രം പാലിക്കാൻ പറ്റുമെന്നറിയില്ല. എങ്കിലും സംശയങ്ങളെ ദൂരീകരിച്ച് ഭാഗ്യവാന്മാരായി തീരാൻ നമുക്ക് സാധിക്കും. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ലോകത്തിൻ നിന്ദകളോ വേദന ശോധനയോ എന്നെ പിന്തുടർന്നെന്നാലും, ലോകത്തിൻ നിന്ദകളോ വേദന ശോധനയോ എന്നെ പിന്തുടർന്നെന്നാലും, യേശുവെ നോക്കിക്കൊണ്ടെന്നും ഓട്ടമോടിയിടുമെന്നും എന്നെന്നും നിശ്ചയമായി. യേശുവെ നോക്കിക്കൊണ്ടെന്നും ഓട്ടമോടിയിടുമെന്നും എന്നെന്നും നിശ്ചയമായി. ഭാഗ്യവാൻ ഭാഗ്യവാൻ ഞാൻ, യേശുവിലായതിനാൽ ഭാഗ്യവാൻ ഞാൻ. ഭാഗ്യവാൻ ഭാഗ്യവാൻ ഞാൻ, യേശുവിലായതിനാൽ ഭാഗ്യവാൻ ഞാൻ.